ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. വളർച്ചാ മനോഭാവം. എങ്ങനെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഒരു വളർച്ചാ മനോഭാവം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക? അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശീലിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വളർച്ചാ മനോഭാവം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെ വിശ്വാസം, അതുപോലെ തന്നെ നമ്മുടെ ഹാബിറ്റുകൾ, ഇതിനെ നമ്മൾ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൾട്ടിവേറ്റ് യുവർ ഹാബിറ്റ്സ് ആൻഡ് ബിലീവ്സ് ദാറ്റ് വിൽ സപ്പോർട്ട് യുവർ ലേണിംഗ്, ഗ്രോത്ത് ആൻഡ് റെസിലൻസ് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു ബിലീഫ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മളെ വിശ്വാസം, അതുപോലെ തന്നെ നമ്മളുടെ ഹാബിറ്റുകൾ, ഇതിനെ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ മനസ്സിൽ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മുടെ വളർച്ചയെയും നമ്മുടെ വിവരത്തെയും അതുപോലെ തന്നെ നമ്മളുടെ പ്രതിരോധ ശേഷിയെയും എല്ലാം അത് വളർത്തിയെടുക്കാൻ സഹായകമാകും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10 സ്ട്രാറ്റജികളെ സംബന്ധിച്ചാണ്. 10ഓളം സ്ട്രാറ്റജികൾ. ഈ 10 സ്ട്രാറ്റജികൾ, ഈ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് അതിനെ വിലയിരുത്തി അത് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വളർച്ചാ മനോഭാവം, ഗ്രോത്ത് മൈൻഡ് സെറ്റ് കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും വീണ്ടും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് വളർച്ചാ മനോഭാവവുമായി ബന്ധപ്പെട്ട്, ഗ്രോത്ത് മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് എംബ്രേസ് ചാലഞ്ചസ് എന്നുള്ളത്. എംബ്രേസ് ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അവന്റെ ഗോളുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പലതരത്തിലുമുള്ള വെല്ലുവിളികൾ ഉണ്ടാകും. അപ്പോൾ വെല്ലുവിളികൾ ഉണ്ടാകുന്ന സമയത്ത് അത്തരം വെല്ലുവിളികളെ അതിനെ നല്ല രീതിയിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. മറിച്ച് എന്തെങ്കിലും രൂപത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവിടെ മാനസികമായി വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. എനിക്ക് ഇനി ഒന്നും സാധ്യമല്ല എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുകയല്ല വേണ്ടത്. മറിച്ച് അത്തരം വെല്ലുവിളികളെ നമ്മൾ സ്വീകരിക്കുകയും അതിനെ എംബ്രേസ് ചെയ്യുകയും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എംബ്രേസ് ചാലഞ്ചസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് പെർസിസ്റ്റ് ഇൻ ഫേസ് ഓഫ് സെറ്റ് ബാക്ക് എന്നുള്ളത്. പെർസിസ്റ്റ് ഇൻ ഫേസ് ഓഫ് സെറ്റ് ബാക്ക്. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സെറ്റ് ബാക്ക് ഉണ്ടാവും. നമുക്ക് അത് ചിലപ്പോൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ഒറ്റയടിക്ക് ചിലപ്പോൾ തകർന്നു പോകും. നമ്മളെ കാര്യങ്ങളൊക്കെ തടസ്സപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഫെയിലർ, നമുക്ക് പരാജയം ഉണ്ടാകും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യം നേടാനായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു സെറ്റ് ബാക്ക്, അതുപോലെ തന്നെ ഒരു ഫെയിലർ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആ ചെയ്യുന്ന പണി ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. അവിടെ നമ്മൾ പെർസിസ്റ്റ് ആയിക്കൊണ്ട് ഒരു പെർസിവിയറൻസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവിടെ വീണ്ടും കൃത്യമായിക്കൊണ്ട് ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് തന്നെ മുന്നേറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് എഫേർട്ട് ഈസ് കീ എന്നുള്ളത്. എഫേർട്ട് ഈസ് കീ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എഫേർട്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക്, അതാണ് നമ്മളുടെ വിജയത്തിന്റെ താക്കോലായിട്ട് ഇവിടെ ഉള്ളത്. നമ്മൾ എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും എന്ത് തന്നെ കാര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുക. അത് ചെയ്യാനായിട്ട് എന്ത് തരത്തിലുമുള്ള ഹാർഡ് വർക്കും ഏത് നിലക്കുള്ള എഫേർട്ടും എടുത്തുകൊണ്ട് ചെയ്യാൻ ശീലിക്കുക. അതാണ് എഫേർട്ട് ഈസ് കീ. അങ്ങനെ എഫേർട്ട് എടുക്കാൻ തയ്യാറായാൽ മാത്രമേ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നാലാമത്തെ സ്ട്രാറ്റജിയാണ് ലേൺ ഫ്രം ക്രിറ്റിസിസം എന്നുള്ളത്. നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പല തരത്തിലുമുള്ള വിമർശനങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ വിധേയരാകും. അപ്പോൾ ഇത്തരം വിമർശനങ്ങൾക്ക് നമ്മൾ വിധേയരാകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇത്തരം വിമർശനങ്ങൾ കേട്ടിട്ട് ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പ്രവൃത്തി അവിടെ സ്റ്റോപ്പ് ചെയ്യുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ നമ്മളെ തന്നെ പഠിച്ചുകൊണ്ട് നമ്മളൊരു ജഡ്ജ്മെന്റിന് തയ്യാറാകാതെ അത്തരം ക്രിറ്റിസിസത്തിൽ നിന്ന്, മറ്റുള്ള ആളുകൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആ ക്രിട്ടിസൈസേഷനിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് എനിക്ക് ഇനി ചെയ്യാനുള്ളത്, ഞാൻ എവിടെയാണ് ഞാൻ ഇംപ്രൂവ് ആക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ലേൺ ഫ്രം ക്രിറ്റിസിസം എന്നുള്ള കാര്യം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളർച്ചാ മനോഭാവവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ സ്ട്രാറ്റജിയാണ് ഇൻസ്പയർ അതേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കെട്ടിപ്പടുക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെ ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുക, അവരോട് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക, അവരോട് കാര്യങ്ങൾ സംസാരിക്കുക. അത്തരം ആളുകളുമായി കൂട്ടുകൂടിക്കൊണ്ട് അത്തരം ആളുകളുമായി നമ്മളുടെ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇൻസ്പയർ അതേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വളർച്ചാ മനോഭാവവുമായി ബന്ധപ്പെട്ട ആറാമത്തെ സ്ട്രാറ്റജിയാണ് സെലിബ്രേറ്റ് ഗ്രോത്ത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ
ഒരു കാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അത് എത്ര തന്നെ ചെറുതായാലും ആ ചെയ്ത പ്രവൃത്തിയിൽ നമ്മൾ അതിൽ ഉണ്ടാകുന്ന ഒരു വിജയത്തിന് നമ്മളൊരു ആഘോഷമാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും, എന്ത് ക്രിറ്റിസൈസേഷൻ വന്നാലും, എന്ത് ചാലഞ്ചസ് വന്നാലും, ഏത് രൂപത്തിലുള്ള സെറ്റ് ബാക്കോ ഫെയിലിയറോ ഒക്കെ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് ചെറിയ കാര്യങ്ങൾ ആയിരുന്നാൽ പോലും എന്നിട്ട് അതിനെ ഒരു ആഘോഷമാക്കുക, അതിലുണ്ടാകുന്ന വിജയത്തെ ഒരു ആഘോഷമാക്കുക എന്നുള്ളതാണ് ഇവിടെ സെലിബ്രേറ്റ് ഗ്രോത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ട 7ാമത്തെ സ്ട്രാറ്റജിയാണ് കൾട്ടിവേറ്റ് ക്യൂരിയോസിറ്റി എന്നുള്ളത്. നമ്മൾ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തിനേയും ഏതിനേയും കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കാം? നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതും ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൾട്ടിവേറ്റ് ക്യൂരിയോസിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട 8ാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഡെവലപ്പ് റെസിലൻസ് എന്നുള്ളത്. പ്രതിരോധം ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രൂപത്തിലുള്ള ചാലഞ്ചസ് വന്നാലും, ഏത് രൂപത്തിലുള്ള സെറ്റ് ബാക്കോ ഫെയിലിയറോ വന്നാലും നമ്മളുടെ പ്രവൃത്തി അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് തന്നെ പോകാനുള്ള ഒരു മനോഭാവം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് തന്നെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വന്നാലും ആ സമയത്തൊക്കെ തന്നെ അത് നമ്മളെ മനസ്സിലേക്ക് ഏൽക്കാത്ത രൂപത്തിൽ നമ്മൾ അതിനെ ഒന്നും കാര്യമാക്കാതെ നമ്മളുടെ പ്രവൃത്തിയിൽ പെർസിസ്റ്റായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഡെവലപ്പ് റെസിലൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചൊക്കെ പറയും അദ്ദേഹം വളരെ ഇമ്മ്യൂണിറ്റി ഉള്ള ആളാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത്തരം ചില ആളുകൾ നമ്മൾ ഏത് രൂപത്തിൽ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും, എന്ത് തന്നെ പറഞ്ഞാലും, എന്ത് രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ പ്രവൃത്തി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും അവർക്കത് ഏൽക്കൂല. അപ്പൊ അവര് റെസിലൻസിനെ ഡെവലപ്പ് ചെയ്ത ആളുകളായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ 8ാമത്തെ സ്ട്രാറ്റജി ആയിട്ട് ഡെവലപ്പ് റെസിലൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ട 9ാമത്തെ സ്ട്രാറ്റജിയാണ് സെറ്റ് ഗോൾസ് എന്നുള്ളത്. ഇപ്പൊ സെറ്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ ഗോൾസിനെ സെറ്റ് ചെയ്യുക. നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് ഇന്ന രൂപത്തിലാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായി ഈ ഒരു പുരോഗതി കൈവരിക്കേണ്ടതുണ്ട്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ ബിസിനസ്സിൽ ഇത്ര ഒരു പുരോഗതി ഉണ്ടാകേണ്ടതുണ്ട്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ പഠനത്തിൽ ഇത്ര ഒരു പുരോഗതി ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളർച്ചാ മനോഭാവവുമായി ബന്ധപ്പെട്ട 9ാമത്തെ സ്ട്രാറ്റജി. അതുപോലെ തന്നെ 10ാമത്തെ സ്ട്രാറ്റജിയാണ് ഫോക്കസ് ഓൺ ലേണിംഗ് എന്നുള്ളത്. നമ്മൾ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിസൾട്ടിനേക്കാൾ കൂടുതൽ മുൻതൂക്കം നമ്മൾ കാര്യങ്ങളെ പഠിക്കുന്നതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മളുടെ ഗോൾ എന്താണോ ആ ഗോള് നമുക്ക് നേടാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് വളർച്ചാ മനോഭാവവുമായി ബന്ധപ്പെട്ട 10ാമത്തെ സ്ട്രാറ്റജി. അപ്പം ഇത്തരം കാര്യങ്ങൾ, ഈ 10 സ്ട്രാറ്റജികൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ ജീവിതത്തിൽ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി.